പക്ഷെ അപ്പോഴും SDP അടക്കമുള്ള വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് ആർജവത്തോടെ പറയാൻ എന്താ പറ്റാത്തത്? അതിന്റെ ഒരു ഘട്ടമല്ലല്ലോ ഇത്. ഇപ്പൊ നമ്മൾ കാണേണ്ടത് എന്താ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർച്ച എന്നുള്ളത് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങൾ നേരത്തെ പല നിലപാടുകൾ സ്വീകരിച്ചിരുന്നുണ്ടാകാം. അവര് ആ നിലപാടിനേക്കാളും പ്രധാനം കേരളം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ഒരു 10 വർഷം വർഗീയ ലഹളകളൊന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രധാന സംസ്ഥാനമായി മാറി നിൽക്കുമ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാകണം. അങ്ങനെ ഒരു ചിന്ത പൊതുവെ കേരളീയ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല നേരത്തെ വലിയ വിമർശനം ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പോരുന്നു, അതുമായി യോജിക്കുന്ന ആളുകൾ. വ്യവസായ മേഖലയിലുള്ള ആളുകൾ സാധാരണഗതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് വലിയ ആഭിമുഖ്യം കാണിക്കാത്തവരാണെന്നാണല്ലോ ഒരു പൊതുവായ ധാരണ. ഇപ്പം മാറ്റം അവരുടെ ഓരോ ഇന്റർവെൻഷൻസിലും അവരുടെ ഇനീഷ്യേറ്റീവ്സിലും ഡെവലപ്മെന്റ് എല്ലാം ആ മാറ്റം അവർ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇന്നലെ ഏത് രാഷ്ട്രീയ നിലപാടെടുത്താലും അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടുകളിൽ നിന്ന് മാറും എന്നാണ് നാം കാണേണ്ടത്. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന 5 ഗ്യാരണ്ടി ഇന്നും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. KSRTCയിലെ സൗജന്യ യാത്രയടക്കം ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ? ബഖാരി ഘട്ടാവോ, ഹരീബി ഘട്ടാവോ, നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ ഇത്രയും കാലം BJPയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിസരം ഒരുക്കി കൊടുക്കൽ മാത്രമാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഏതെങ്കിലും വാഗ്ദാനം നടപ്പിലാക്കിയിട്ടുണ്ടോ? ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട റെക്കോർഡല്ലേ കോൺഗ്രസിനുള്ളത്. ഇപ്പം 3000 രൂപയാക്കുമെന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ ഇതേവരെയുള്ള ക്ഷേമ പെൻഷന്റെ ചരിത്രത്തിൽ 100 രൂപയാണ് UDFന്റെ സംഭാവന. ആ 100 രൂപ നൽകിയത് VS ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ അതാണ് ഒരു റെക്കോർഡ്. ഇപ്പൊ കർണാടകയിലെ അനുഭവം കോൺഗ്രസുമായി യോജിച്ചു നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ടല്ലോ. അവിടെ ഇതുപോലെ സൗജന്യം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ KSRTC ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവിടെ എത്തിയിരിക്കുന്നു. പുരുഷന്മാർക്ക് കൂടുതൽ ചാർജ് കൂട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ടല്ലോ. അവരുടെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ചാൽ പ്രഖ്യാപിക്കാൻ ഇപ്പം അവർക്ക് അറിയാം അധികാരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന ധാരണ മാത്രം കണ്ടാൽ മതി. ഏതെങ്കിലും ഒരു പ്രഖ്യാപനം കേരളത്തിലോ ഇന്ത്യയിലോ പൂർണ്ണതയിലേക്ക് നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് നമ്മുടെ അനുഭവം.